ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ PSC വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത കറണ്ട് അഫയേഴ്സും കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സുകളും ഒക്കെ കണ്ടു തീർത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. കണ്ടില്ലാത്തവർ കാണാത്തവരതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS VFA ബെക്കോ എന്നീ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. ഇന്ന് കുറച്ച് സോഷ്യൽ സയൻസിൻ്റെ, അതായത് ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധിക്കണേ, ന്യൂ SCERT ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹിമാലയത്തിലെ ചൂട് നീരുറവകൾ ഏതെല്ലാം? ക്വസ്റ്റ്യൻ എന്താണ്? ഹിമാലയത്തിലെ ചൂട് നീരുറവകൾ ഏതെല്ലാം? ഏതൊക്കെയാണ് അറിയാമോ? ന്യൂബ്ര താഴ്വര, മണികരൺ, ഖീർഗംഗ. ഏതൊക്കെയാണ്? ന്യൂബ്ര താഴ്വര, മണികരൺ, ഖീർഗംഗ. ഹിമാലയത്തിലെ ചൂട് നീരുറവകൾ ഏതൊക്കെയാണ്? 3 കിട്ടിയോ? ന്യൂബ്ര താഴ്വര, മണികിരൺ, ഖീർഗംഗ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന്, ഹിമാചൽ പ്രദേശിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചൂട് നീരുറവയ്ക്ക് ഉദാഹരണം ഏതാണ്? ചോദിക്കാറുണ്ട്, പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. ഹിമാചൽ പ്രദേശിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചൂട് നീരുറവ, അല്ലെ, ഭൗമ താപോർജം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് ഒരിതാണ് ചൂട് നീരുറവ. എക്സാമ്പിൾ ഏതാണ്? മണികരണാണ്, അല്ലെ, മണികരണാണ്. ഹിമാചൽ പ്രദേശിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചൂട് നീരുറവയ്ക്ക് എക്സാമ്പിൾ ഏതാണ്? മണികരണാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശം അറിയപ്പെടുന്നത് എന്താണ്? സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഉത്തരാഖണ്ഡ് ഹിമാലയമാണ്, അല്ലേ? ഉത്തരാഖണ്ഡ് ഹിമാലയമാണ്. സത്ലജ് മുതൽ കാളി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം എന്ത് പേരിൽ അറിയപ്പെടുന്നതെന്ന് അറിയോ? ഉത്തരാഖണ്ഡ് ഹിമാലയം എന്താണെന്ന് നമുക്കറിയാം. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള പ്രദേശമാണ്, അല്ലെ? അപ്പൊ അതിന്റെ പടിഞ്ഞാറ് ഭാഗം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഗഡ്വാൾ ഹിമാലയം എന്നാണ് കേട്ടോ. ഗഡ്വാൾ ഹിമാലയം എന്നാണ്. ഓക്കെ, ഇനി ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ കിഴക്കൻ ഭാഗമാണെങ്കിൽ അത് കുമയൂൺ ഹിമാലയമാണ്. കുമയൂൺ ഹിമാലയമാണ്. ഒന്നുകൂടെ, ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ കിഴക്കൻ ഭാഗമാണെങ്കിൽ കുമയൂൺ ഹിമാലയവും, പടിഞ്ഞാറ് ഭാഗമാണെങ്കിൽ അത് ഗഡ്വാൾ ഹിമാലയവുമാണ്. ഓക്കെ ആണല്ലോ? ഇത്രയും ക്വസ്റ്റ്യൻ ഓക്കെ ആയല്ലോ. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടികൾ, അല്ലെ? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ ധാരാളം കൊടുമുടികൾ കാണാൻ സാധിക്കും. ഏതൊക്കെയാണ് ആ കൊടുമുടികൾക്ക് എക്സാമ്പിൾ? ഏതൊക്കെയാണെന്ന് പറയാമോ? ഏതെല്ലാമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലുള്ള കൊടുമുടികൾ? നന്ദാദേവി ഉണ്ട്, കാമെറ്റ് ഉണ്ട്, ബദരീനാഥ്, കേദാർനാഥ്, അല്ലെ? നന്ദാദേവി, കാമെറ്റ്, ബദരീനാഥ്, കേദാർനാഥ്. മറക്കരുത്, ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടികളാണ് നന്ദാദേവി, കാമെറ്റ്, ബദരീനാഥ്, കേദാർനാഥ്. നമുക്കറിയാം, നമ്മുടെ ദേശീയ നദിയായ ഗംഗ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാടാ? ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഗംഗയുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി ഹിമാനി ഏത് ഹിമാലയത്തിലാണെന്ന് ചോദിച്ചാലും ഏത് ഹിമാലയത്തിലായത്? അത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഗംഗയുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി ഹിമാനി സ്ഥിതി ചെയ്യുന്നത് ഏത് ഹിമാലയത്തിലാണ്? അത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഓക്കെ, യമുന നദിയുടെ ഉത്ഭവസ്ഥാനമാണ് യമുനോത്രി ഹിമാനി, അല്ലെ? അത് സ്ഥിതി ചെയ്യുന്നതും ഏത് ഹിമാലയത്തിലാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. അതായത് ഗംഗയുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി ഹിമാനി ആണെങ്കിലും യമുന നദിയുടെ ഉത്ഭവസ്ഥാനമായ യമുനോത്രി ഹിമാനി ആണെങ്കിലും എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഓക്കെ അല്ലടാ? ഇത്രയും ഓക്കെ ആണോ? ഉത്തരാഖണ്ഡ് ഹിമാലയത്തെ പറ്റി നമ്മളപ്പോൾ എന്തൊക്കെ പറഞ്ഞു ഓർമ്മയുണ്ടോ? സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാചൽ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമയൂൺ ഹിമാലയം എന്നറിയപ്പെടുന്നു. കൊടുമുടികൾ ഏതൊക്കെയാന്ന് പറഞ്ഞു? നന്ദാദേവി ഉണ്ട്, കാമെറ്റ് ഉണ്ട്, ബദരീനാഥ് ഉണ്ട്, കേദാർനാഥ് ഉണ്ട്. ഇനി ഗംഗയുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി ഹിമാനി, അതുപോലെ തന്നെ യമുനയുടെ ഉത്ഭവസ്ഥാനമായ യമുനോത്രി ഹിമാനി ഒക്കെ സ്ഥിതി ചെയ്യുന്നതും ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഇത്രയും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ശുദ്ധജല തടാകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ശുദ്ധജല തടാകങ്ങൾ അത് ഏതൊക്കെയാണെന്നറിയാമോ? നൈനിറ്റാളും ഭീംതാലുമാണ്. കിട്ടിയോ? നൈനിറ്റാളും ഭീംതാലും എന്താണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ എന്താണത്? ശുദ്ധജല തടാകങ്ങളാണ്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ശുദ്ധജല തടാകങ്ങൾക്ക് എക്സാമ്പിളാണ് നൈനിറ്റാലും ഭീംതാലും. ഇനി
ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകൾ എന്ത് പേരിൽ അറിയപ്പെടുന്നേ? ഡൂണുകൾ എന്നറിയപ്പെടുന്നു. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകൾ എന്താ വിളിക്കുന്നത്? ഡൂണുകൾ എന്ന് വിളിക്കുന്നു. ഏറ്റവും വലിയ ഡൂൺ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. ഏതാണ്? ഡെറാഡൂൺ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഡെറാഡൂൺ ഏത് സംസ്ഥാനത്താടാ? ഡെറാഡൂൺ സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം ഉത്തരാഖണ്ഡിലാണ് അല്ലെ. ഡെറാഡൂൺ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഏതെല്ലാം നദികൾക്കിടയിലാണ് മധ്യ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം കഴിഞ്ഞു, ഇനി മധ്യ ഹിമാലയത്തിലേക്ക് പോവാണ്. മധ്യ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം നദികൾക്ക് ഇടയിലാണെന്ന് ചോദിച്ചാൽ കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ മറ്റത് മറന്നു പോകരുത് കേട്ടോ. ഉത്തരാഖണ്ഡ് ഹിമാലയം ഓർത്തോളണേ. ഉത്തരാഖണ്ഡ് ഹിമാലയം ആണെങ്കിലോ സത്ലജ് നദി മുതൽ കാളി നദി വരെയായിരുന്നു. ഇനി കാളി നദി മുതൽ എവിടെ വരെ? ടീസ്റ്റ വരെയാണ് എന്ത്? മധ്യ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ മധ്യ ഹിമാലയത്തിന്റെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏത് രാജ്യത്താണ്? മധ്യ ഹിമാലയത്തിന്റെ ഭൂരിഭാഗവും എവിടെയാണടാ? എവിടെയായിരിക്കും? അത് നേപ്പാളിലാണ്. മധ്യ ഹിമാലയത്തിന്റെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. മധ്യ ഹിമാലയത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്? മധ്യ ഹിമാലയത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങൾ ഇന്ത്യയിൽ വരുന്നുണ്ടെന്നറിയാമോ? പടിഞ്ഞാറൻ സിക്കിമും ഡാർജിലിംഗും. ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ സിക്കിമും ഡാർജിലിംഗുമാണ് മധ്യ ഹിമാലയത്തിന്റെ ഭാഗങ്ങളായ ഈ രണ്ട് ഭാഗങ്ങളാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ സിക്കിമും ഡാർജിലിംഗും. നിങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് പറഞ്ഞേ? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് കൊടുമുടിയാണ് അല്ലെ. എവറസ്റ്റ് ആണ്. ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നേപ്പാളാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദ്യം, എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ഹിമാലയം ഏതാണ്? ഏത് ഹിമാലയത്തിലാണ് എവറസ്റ്റ് ഉള്ളത്? എവിടെയായിരിക്കും? അത് മധ്യ ഹിമാലയത്തിലായിരിക്കും അല്ലെ. മധ്യ ഹിമാലയത്തിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ കാഞ്ചൻജംഗ പർവ്വതം അല്ലെ. കാഞ്ചൻജംഗ പർവ്വതം ഉണ്ടല്ലോ, അത് ഏത് ഹിമാലയത്തിലാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മധ്യ ഹിമാലയത്തിലാണ്. ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ കാഞ്ചൻജംഗ പർവ്വതവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് മധ്യ ഹിമാലയത്തിലാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ നാഥൂല ചുരം അല്ലെ, സിക്കിം ടിബറ്റ് അല്ലെ, സിക്കിം ടിബറ്റിനെ ബന്ധിപ്പിക്കുന്ന നാഥുല ചുരം ഉണ്ടല്ലോ, അത് ഏത് ഹിമാലയത്തിലാണെന്ന് ചോദിച്ചാലും മധ്യ ഹിമാലയത്തിലാണ്. അപ്പൊ എന്തൊക്കെയാണ്? എവറസ്റ്റ് കൊടുമുടി, കാഞ്ചൻജംഗ പർവ്വതം, നാഥുല ചുരം ഒക്കെ സ്ഥിതി ചെയ്യുന്നത് മധ്യ ഹിമാലയത്തിലാണ്. ഇനി മധ്യ ഹിമാലയത്തിന് വേറൊരു പേര് പറയാമോ? മധ്യ ഹിമാലയത്തിന് വേറൊരു പേരാണ്, നമുക്കറിയാം മധ്യ ഹിമാലയത്തിന്റെ ഭൂരിഭാഗവും പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നേപ്പാളിലാണെന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ മധ്യ ഹിമാലയത്തിന്റെ വേറൊരു പേരാണ് നേപ്പാൾ ഹിമാലയം. പഠിക്കണേടാ. മധ്യ ഹിമാലയത്തിന്റെ മറ്റൊരു പേരെന്താണ്? നേപ്പാൾ ഹിമാലയം. കിട്ടുന്നുണ്ടോ? നേപ്പാൾ ഹിമാലയം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷതയായ നദി ഏതാടാ? സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷതയായ നദി ഏതായിരിക്കും? ടീസ്റ്റയാണ് അല്ലെ. ടീസ്റ്റ നദിയാണ്. സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷതയായ നദി ഏതാണ്? ടീസ്റ്റ നദിയാണ്. ഈ സിക്കിം ഹിമാലയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യാന്തര പ്രസിദ്ധമായ തേയിലയുണ്ട്. അതേതാണ് ആ തേയില? സിക്കിം ഹിമാലയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യാന്തര പ്രസിദ്ധമായ തേയിലയാണ് ഡാർജിലിംഗ് തേയില. ഏത് തേയിലയാണ്? ഡാർജിലിംഗ് തേയില. ഓക്കെ ആണല്ലോ. അപ്പൊ കിട്ടിയോ? ഉത്തരാഖണ്ഡ് ഹിമാലയം നമ്മൾ പഠിച്ചു. പിന്നെ ഏതാ പഠിച്ചത്? നേപ്പാൾ ഹിമാലയം അല്ലെങ്കിൽ മധ്യ ഹിമാലയം പഠിച്ചു. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാണേ. കിഴക്കൻ ഹിമാലയം എന്ന് കേട്ടിട്ടില്ലേടാ? കിഴക്കൻ ഹിമാലയം, അതിന്റെ അതിരുകൾ ഏതൊക്കെ വരും? കിഴക്കൻ ഹിമാലയം എന്ന് പറയുമ്പോൾ ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര നദി വരെയാണ് അല്ലെ. ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെയാണ്. ഉത്തരാഖണ്ഡ് ഹിമാലയം ആണെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ, ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ഉത്തരാഖണ്ഡ് ആണെങ്കിൽ എവിടെ മുതൽ? സത്ലജ് നദി മുതൽ കാളി നദി വരെയും. ഇനി മധ്യ ഹിമാലയം ആണെങ്കിൽ കാളി മുതൽ ടീസ്റ്റ വരെയും. കിഴക്കൻ ഹിമാലയം ആണെങ്കിൽ ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെയുമാണ്. കിട്ടുന്നുണ്ടോ? ഓക്കെ, കിഴക്കൻ ഹിമാലയത്തിന്റെ കിഴക്കൻ അതിരേതാടാ? അപ്പോ കിഴക്കൻ ഹിമാലയത്തിന്റെ കിഴക്കേ അതിരെന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ഓക്കെ, കിഴക്കൻ ഹിമാലയത്തിന്റെ കിഴക്കൻ അതിരേതാണ്? ബ്രഹ്മപുത്രയാണ്. ഓക്കെ, കിഴക്കൻ ഹിമാലയത്തിന് മറ്റൊരു പേര് പറയാമോ? നമ്മൾ മധ്യ ഹിമാലയത്തിന്റെ വേറൊരു പേര് ഏതാ പഠിച്ചത്? നേപ്പാൾ ഹിമാലയം പഠിച്ചു. അതുപോലെ തന്നെ ഈ കിഴക്കൻ ഹിമാലയത്തിനും വേറെ പേരുണ്ട്. ഏതാണ് ആ പേര്? അറിയാമോ? അസം ഹിമാലയം. കിഴക്കൻ ഹിമാലയത്തിന്റെ വേറൊരു പേരെന്താണ്? അസം ഹിമാലയമാണ്. ഓക്കെ അല്ലേടാ?
അസം ഹിമാലയത്തിലുണ്ട് ഒരു പ്രധാനപ്പെട്ട കൊടുമുടി, അല്ലെങ്കിൽ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടി ഏതാണ്? നംച ബർവ. കേട്ടിട്ടുണ്ടല്ലോ. അസം ഹിമാലയത്തിലെ അല്ലെങ്കിൽ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടി ഏതാണ്? നംച ബർവയാണ്. ഈ നംച ബർവയുടെ ഉയരം എത്രയാണെന്ന് പറയാമോ? എത്ര മീറ്റർ ആണെന്ന് പറയാമോ? കിട്ടുന്നുണ്ടോടാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ആൻസർ പറയാമോ ഒന്ന്? നംച ബർവയുടെ ഉയരം എത്രയാണ്? 7756 മീറ്റർ ആണ്. 7756 കേട്ടോ. 7756 മീറ്റർ ആണ് അസം ഹിമാലയത്തിലെ പ്രധാന കൊടുമുടിയായ നംച ബർവയുടെ ഉയരം എന്ന് പറയുന്നത് കേട്ടോ. 7756. അസം ഹിമാലയ മേഖലയിലെ നദികൾ ഏതൊക്കെയാണ്? ഒരെണ്ണം അറിയാം നമുക്ക്, ബ്രഹ്മപുത്രയുണ്ട്. തീർച്ചയായിട്ടും ബ്രഹ്മപുത്രയുടെ പോഷക നദികളും വരുമല്ലോ. അപ്പൊ ഏതൊക്കെ വരും ഇവിടെ? ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി ഒക്കെ എന്താണ്? ഈ അസം ഹിമാലയത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് കേട്ടോ. അസം ഹിമാലയ മേഖലയിലെ പ്രധാന നദികളാണ് ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി. ഇനി അരുണാചലിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചുരം ഉണ്ടല്ലോ. അരുണാചലിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ബോംഡില ചുരം അല്ലെ. ബോംഡില ചുരം ഓർക്കണേ. അരുണാചലിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോംഡില. ഇനി അരുണാചൽ പ്രദേശിനെ നോക്കണേടാ. അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ്? അത് ദിഫു ആണ്. ദിഫു. അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ദിഫുവും അരുണാചലിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഏതാണ്? അതാണ് ബോംഡില. കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ചോദ്യം വരാം. ബോംഡിലായും ദിഫു ചുരങ്ങളൊക്കെ എവിടെയാണ്? ഏത് ഹിമാലയത്തിലാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് ഹിമാലയം പറയൂടാ? ബോംഡില, ദിഫു ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയം അത് കിഴക്കൻ ഹിമാലയമാണ്. ഡൗട്ടൊന്നും വേണ്ട. കിഴക്കൻ ഹിമാലയം അല്ലെങ്കിൽ വേറെ പേര് പഠിച്ചില്ലേ? അസം ഹിമാലയത്തിലാണ് ബോംഡില അല്ലെങ്കിൽ ദിഫു ചുരങ്ങളൊക്കെ ഉള്ളത്. ബോംഡിലയും ദിഫു ഒക്കെ എവിടെയാണ്? കിഴക്കൻ ഹിമാലയത്തിലാണെന്ന് ഓർക്കുക. ഓക്കെ. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം ഏത് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബ്രഹ്മപുത്ര താഴ്വരയുണ്ടല്ലോ. ഈ ബ്രഹ്മപുത്ര താഴ്വരയുടെ കിഴക്ക് ഹിമാലയ പർവ്വതം ഏത് ദിശയിലാണ്? വടക്ക് തെക്ക് ദിശയിലായിരിക്കും കേട്ടോ. വടക്ക് തെക്കാണ്. വടക്ക് തെക്ക്. ഒന്നുകൂടെ. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം ഏത് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വടക്ക് തെക്കാണെന്ന് ഓർക്കണേ. വടക്ക് തെക്കാണ്. അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ ഹിമാലയം എന്തു പേരിൽ അറിയപ്പെടുന്നേ? അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ ഹിമാലയം എന്തു പേരിൽ അറിയപ്പെടുന്നത്? പൂർവാചൽ കുന്നുകൾ. ഓക്കെ. അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ ഹിമാലയം അറിയപ്പെടുന്നത് പൂർവാചൽ കുന്നുകൾ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ പൂർവാചൽ കുന്നുകളുടെ ശരാശരി ഉയരം എത്രയാടാ? പൂർവാചൽ കുന്നുകളുടെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 500 മുതൽ 3000 വരെ മീറ്റർ ആണ് കേട്ടോ. 500 മുതൽ 3000 വരെയാണ് പൂർവാചൽ കുന്നുകളുടെ ശരാശരി ഉയരം. എന്താണ് പൂർവാചൽ കുന്നുകൾ എന്ന് പറഞ്ഞാൽ? അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെയുള്ള ഹിമാലയമാണ്. ഓക്കെ. അതാണ് പൂർവാചൽ കുന്നെന്ന് പറയുന്നത്. അതിന്റെ ഉയരം അല്ലെങ്കിൽ ശരാശരി ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? 500 മുതൽ 3000 വരെ മീറ്റർ ആണ്. ഇനി പൂർവാചൽ കുന്നുകളിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണെന്നറിയാമോ? നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് പൂർവാചൽ കുന്നുകളിൽ പ്രധാനപ്പെട്ടവ? പട്കായി ബൂം, നാഗാ കുന്നുകൾ, മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ. ഇതൊക്കെ പൂർവാചൽ കുന്നുകളിലെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. പട്കായി ബൂം വരുന്നുണ്ട്, മീസോ കുന്ന് വരുന്നുണ്ട്, നാഗാ കുന്ന്, മണിപ്പൂർ കുന്നുകൾ. ഓക്കെ അല്ലേടാ? ഇനി ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ ഏതെല്ലാം? അറിയാം, ചോദിക്കുന്നതാണ് എപ്പോഴും PSC. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ചിറാപുഞ്ചി, മൗസിൻഡ്രം. ചിറാപുഞ്ചി, മൗസിൻഡ്രം. ഓക്കെ. ഈ ചിറാപുഞ്ചിയും മൗസിൻഡ്രവും എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പൂർവാചൽ കുന്നുകളിലാണ്. അരുണാചൽ മുതൽ മിസോറാം വരെയുള്ള ഹിമാലയമാണ് പൂർവാചൽ കുന്നെന്ന് പറഞ്ഞു. ഈ പൂർവാചൽ കുന്നിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചിയും മൗസിൻഡ്രവും സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. കിട്ടുന്നുണ്ടോ? നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? നമ്മൾ കിഴക്കൻ ഹിമാലയം പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? കിഴക്കൻ ഹിമാലയത്തിന്റെ അതിരാണ് ടീസ്റ്റ മുതൽ എവിടം വരെ? ബ്രഹ്മപുത്ര നദി വരെ എന്ന് പറഞ്ഞു. കിഴക്കൻ ഹിമാലയത്തിന്റെ കിഴക്കേ അതിരാണ് ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞു. കിഴക്കൻ ഹിമാലയത്തിന്റെ മറ്റൊരു പേരാണ് അസം ഹിമാലയം എന്ന് പറഞ്ഞു. അസം ഹിമാലയത്തിലെ പ്രധാന കൊടുമുടി ഏതാന്ന് പറഞ്ഞു? നംച പർവ. ഉത്തരാഖണ്ഡ് ഹിമാലയം ഓർക്കുന്നുണ്ടോ? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ കൊടുമുടികൾ ഏതൊക്കെയാന്ന് ഓർക്കുന്നുണ്ടോ? ഒന്ന് പറഞ്ഞു നോക്കി, ഒന്ന് മനസ്സിലോർത്തേ. നന്ദാദേവി, കാമറ്റ്, പിന്നെ ഏതാ? ബദരീനാഥ്, കേദാർനാഥ്. എന്നാൽ ഇപ്പൊ പറഞ്ഞു അസം ഹിമാലയത്തിലെ പ്രധാന കൊടുമുടിയാണ് നംച പർവ. ഉയരം ഓർക്കുന്നുണ്ടോ? 7756 മീറ്റർ ആണ്.
ഇനി അവിടുത്തെ പ്രധാന നദികൾ ഏതൊക്കെയായിരുന്നു അസം ഹിമാലയ മേഖലയിൽ? ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി. ഇനി നമ്മൾ ബോംഡില ചുരം പറഞ്ഞു, ദിഫു ചുരം പറഞ്ഞു. എന്താണ് ബോംഡില? അരുണാചലിനെ ടിബറ്റിലെ ലാസിയുമായി ബന്ധിപ്പിക്കുന്നു. ദിഫു ആണെങ്കിലോ അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്നു. ഇനി ബോംഡിലായ ആണെങ്കിലും ദിഫു ആണെങ്കിലും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ഹിമാലയത്തിലാണെന്ന് ചോദിച്ചത് കിഴക്കൻ ഹിമാലയത്തിലാണ്. ഓക്കെ, ഒക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ഓക്കെ, പിന്നെ നമ്മൾ പൂർവാചൽ കുന്ന് എന്താന്ന് പറഞ്ഞു അല്ലേ? അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെയുള്ള ഹിമാലയമാണ് പൂർവാചൽ കുന്ന്. അതിന്റെ ശരാശരി ഉയരം 500 മുതൽ 3000 വരെ മീറ്റർ ആണെന്ന് പറഞ്ഞു. പൂർവാചൽ കുന്നുകളിലെ പ്രധാനപ്പെട്ടവയാണ് പട്കായിബൂം, മീസോ കുന്ന്, നാഗാ കുന്ന്, പിന്നെ ഏതാ മണിപ്പൂർ കുന്ന് എന്നൊക്കെ പറയുന്നത്. ഓക്കേടാ, ഇത്രയും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇനി നദികൾ മുറിച്ചു കിടക്കുന്നതിനായിട്ട് മരങ്ങളുടെ വേരുകൾ ചേർത്ത് പാലങ്ങൾ നിർമ്മിക്കുന്ന ഒരു സംസ്ഥാനമുണ്ട്. എന്താണ്? നദികൾ മുറിച്ചു കിടക്കുന്നതിന് വേണ്ടിയിട്ട് മരങ്ങളുടെ വേരുണ്ടല്ലോ, ആ വേര് ചേർത്തിട്ട് പാലം ഉണ്ടാക്കും. അല്ലെങ്കിൽ അതിന് പറയുന്നത് ലിവിങ് റൂട്ട് ബ്രിഡ്ജ് എന്നാണ്. എന്തെന്നാണ്? ലിവിങ് റൂട്ട് ബ്രിഡ്ജ്. അത് നിർമ്മിക്കുന്ന സംസ്ഥാനം ഏതാണെടാ? അത് മേഘാലയാണ് കേട്ടോ, മേഘാലയാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് തടാകം അല്ലെ? ലോക്തക് ആണ്, ലോക്തക്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ലോക്തക് തടാകമാണ്. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം ഉണ്ടല്ലേ ഈ ലോക്തക് തടാകത്തില്. ഏതാണത്? കെയ്ബുൾ ലംജാവോ. ഇമ്പോർട്ടന്റ്, PSCക്ക് ചോദിക്കും. കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന തടാകം അത് നമ്മുടെ ലോക്തക് തടാകത്തിലാണ്. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ് കേട്ടോ, മണിപ്പൂർ. കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള ഏത് പട്ടികയിലാണ് ലോക്തക് തടാകം ഉൾപ്പെടുന്നത്? ലോക്തക് തടാകം നമ്മുടെ റാംസാർ സൈറ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദ്യം വന്നാൽ അത് റാംസർ ആണ് കേട്ടോ. തണ്ണീർത്തട സംരക്ഷണത്തിനായിട്ടുള്ള ഏത് പട്ടികയിലാണ് ലോക്തക് തടാകം ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ റാംസർ ആണ്, റാംസർ. ഓക്കേടാ, ഇത്രയും കിട്ടിയോ? ഓക്കെ ആണോ ഇത്രയും? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കും ഇടയിൽ കാലാവസ്ഥാ വിഭാജകം തീർക്കുന്ന പർവ്വതം ഏതാണ്? എല്ലാവർക്കും അറിയാം. ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കും ഇടയിൽ കാലാവസ്ഥാ വിഭാജകം തീർക്കുന്ന പർവ്വതമാണ് നമ്മുടെ ഹിമാലയ പർവ്വതം. ഹിമാലയ പർവ്വതം. ഹിമാലയത്തിന്റെ താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും സിവാലിക് മല അടിവാരങ്ങളിലും ഏത് കാലാവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് അറിയാമോ? അതായത് ഹിമാലയത്തിന്റെ താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും ഏത് കാലാവസ്ഥയാണെന്ന് അറിയാമോടാ? അത് മിതോഷ്ണ കാലാവസ്ഥയാണ് കേട്ടോ, മിതോഷ്ണ കാലാവസ്ഥയാണ്, മിതോഷ്ണ കാലാവസ്ഥയാണ്. ഓക്കെ, ഇന്ന് ഇത്രയും മതിയല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡ് ഹിമാലയം പറഞ്ഞു, പിന്നെ ഏതാ പറഞ്ഞ മധ്യ ഹിമാലയം പറഞ്ഞു, കിഴക്കൻ ഹിമാലയം പറഞ്ഞു, പിന്നെ 2 ചുരങ്ങളെ പറ്റി പറഞ്ഞു, പൂർവാചൽ കുന്നുകളെ പറ്റി പറഞ്ഞു അല്ലേ, ലോക്തക് തടാകത്തെ പറ്റി പറഞ്ഞു. എല്ലാം ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ വീണ്ടും വീണ്ടും ക്ലാസ് കേൾക്കുക കേട്ടോ, കേട്ട് അത് ഇതാക്കണം. കാരണം ഇത് പുതിയ SCERT ഫാക്ട്സ് ആണ് കേട്ടോ, ഒന്നും വിട്ടുകളയാനില്ല. അപ്പോൾ ഇത്രയും ഉള്ളൂ ഇന്ന് കേട്ടോ, ബാക്കി നാളെ. താങ്ക്